രുക്മിണിയമ്മ, ഓണൊക്കെ ആയില്ലേ? വല്ലതും വാങ്ങാൻ പറ്റിയോ? കടയ്ക്ക് വല്ലതും പോയോ? ഓ, ചേട്ടനാണെങ്കിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ഗോമതിയമ്മേ. പക്ഷെ ഞാൻ പറഞ്ഞു ഞങ്ങളൊരു വലിയ ഫ്രിഡ്ജ് ഇപ്പൊ വാങ്ങിയല്ലേ ഉള്ളൂ. വെറുതെ എന്തിനാ നമ്മളായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും വേണ്ട ഇപ്രാവശ്യത്തെ ഓണത്തിന് നിന്ന്. ഓ, ഞങ്ങള് വലിയ ടി വി ഒക്കെ വാങ്ങിയെങ്കിലും മൂപ്പരും ഞാനും കൂടി ആ പുള്ളിക്കുത്തി കടല്ലേ അവിടെ പോയി ഇത്രയും മുഴം വീതി കസവുള്ള ഒരു സെറ്റും മുണ്ടും വാങ്ങി എനിക്ക്. എന്റെ ഗോമതിയമ്മേ, ദേ ആ മുറിക്കകത്ത് അല്ല, 3 അലമാര മുഴുവൻ സെറ്റും മുണ്ടുവാ. ഇത്രയ്ക്ക് വീതിയുള്ള കസവ് വേണോ? ഇത്രയ്ക്ക് വീതിയുള്ള കസവ് വേണോ? ഇത്രയ്ക്ക് വീതിയുള്ള കസവ് വേണോ? പിന്നെ പൊടി കസവിന്റെ ഒന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇത് മീൻ കുറഞ്ഞത് ഇത്രയെങ്കിലും ഉണ്ട്. എന്താ വെക്കാൻ സ്ഥലമില്ല, നിറഞ്ഞിരിക്കാണ്. എന്നിട്ടോ കൊറേയൊക്കെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ട് എല്ലാവർക്കും വെറുതെ അങ്ങ് കൊടുക്കുക. അത് മാത്രല്ല, കസവ് കടയിൽ നിന്ന് ഇറങ്ങിയതും ഞങ്ങൾ എങ്ങോട്ടാ പോയതെന്നറിയോ? ഏയ്, ഭീമന്റെ കടയിലേക്ക്. സ്വർണം വാങ്ങാൻ. കണ്ടിട്ടില്ലേ ഭീമന്റെ കട? എന്റെ ഗോമതിയമ്മേ, സ്വർണത്തിന് തീ പൊള്ളുന്ന വിലയല്ലേ. നിനക്കെന്താ ലോട്ടറി അടിച്ചോ? ലോട്ടറി ഒന്നുമല്ല അടിച്ചത്, മരുമകൻ. എന്റെ മരുമകനാണ് ഞങ്ങളുടെ ലോട്ടറി. അവനൊരൊറ്റ നിർബന്ധം, അമ്മ സ്വർണം വാങ്ങണം, സ്വർണം വാങ്ങണം എന്ന്. ഓ, എനിക്കുണ്ട് ഒരു മരുമകൻ. എപ്പോഴാണാവോ അവൻ ഈ ബുദ്ധിയൊക്കെ തോന്നുക. എന്നിട്ട് എവിടെ ഒന്ന് കാണിച്ചേ, ഞാൻ വരാ വീട്ടിലേക്ക്. വേണ്ട, കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ. ആണോ? സൂക്ഷിച്ച്, കള്ളന്മാരൊക്കെ ഉള്ള കാലാണ്. വലിയ പെട്ടിയാണ്, കണ്ടില്ലേ? സൂക്ഷിച്ച് പിടിക്കണേ. ഓ, വലിയ വെയിറ്റ് ഒന്നും ഇല്ലല്ലോ. ഉം. ഇത് എങ്ങനെയാ തുറക്കുക? ആ, ഓ, വലിയ പെട്ടി കണ്ടപ്പോ ഞാൻ ഓർത്തു വലിയ എന്തോ മാലയാന്ന്. വലുതായിട്ടൊന്നും ഇല്ലല്ലോ. ഉം. ഓ, വലിയതൊന്നും ഇല്ല, കാണാനൊന്നും ഇല്ല കേട്ടോ. അയ്യോ, പൊട്ടിച്ചോ? എന്റെ ഭഗവാനെ, ഗോമതി അമ്മയുടെ ഒരു സ്വർണമാല തൊട്ടതും പൊട്ടിയിരിക്കണു. ഇനി വേണം നാട് നീളെ സ്വർണമാലയുടെ കഥ പറഞ്ഞങ്ങോട്ട് പോകാൻ. ഗോമതി അമ്മയുടെ സ്വർണമാലയും ഒരു മരുമോനും